ബറേലി പള്ളിയുടെ ഒരു ഭാഗം സ്വയം പൊളിച്ചു മാറ്റി മുസ്ലിം സമൂഹം. സംഭവം ഇങ്ങനെയാണ്. ഉത്തർപ്രദേശിലെ ബറേലി തിൽമാസ് മിർഗഞ്ച് എന്ന് പറയുന്ന വില്ലേജിലാണ് ഇത് ഉള്ളത്. അവിടെ ഈ തിങ്കളാഴ്ച മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗം പബ്ലിക് പോണ്ട് ലാൻഡിന്റെ സമീപമാണ് എന്ന് പറഞ്ഞ് അതോറിറ്റീസ് അത് പൊളിക്കാൻ വരികയും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരികയും ചെയ്യുന്നു എന്നറിഞ്ഞ് സ്വയം തന്നെ മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ അത് പൊളിച്ചു മാറ്റുകയും മറ്റും ചെയ്തു. ഒരുപക്ഷെ നേരത്തെ ശംഭൽ നമ്മൾ കണ്ടതുപോലെ മുസ്ലിം സമൂഹം സ്വയം പൊളിച്ചു മാറ്റിയാൽ ആ പള്ളി അവിടെ നിൽക്കും. അതോറിറ്റീസിന് ഈ സൂചി കുത്താൻ അവസരം കൊടുത്തിയാൽ അവർ തൂമ്പ കയറ്റുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും അത് സംഭവിച്ചില്ല. അവിടുത്തെ SDM തൃപ്തി ഗുപ്ത അടക്കമുള്ളവർ അവിടേക്ക് വരികയും ഇത് ലോക്കൽ റെഗുലേഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ റൂൾസിന് കോംപ്ലയൻസ് അല്ലെന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു ലോക്കൽ റെസിഡന്റ് നിസാർ മുസ്ലിം സമൂഹത്തിലെ ഒരു വ്യക്തിയാണ്. അവരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് ശരിയാക്കിക്കോളാം, നിങ്ങളായിട്ട് ഇതിൽ ഇടപെടണ്ടെന്ന് പറയുകയും ആ ഡെമോളിഷൻ വർക്ക് മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ എടുക്കുകയും അന്ന് രാത്രിയും അടുത്ത ദിവസം കൊണ്ട് ആ പള്ളിയുടെ ചില ഭാഗങ്ങൾ ഏതെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം അവർ പൊളിച്ചു നീക്കുകയും ചെയ്തു. ആദ്യമൊക്കെ ഈ പോണ്ടിലെ വെള്ളം ഈ വർഷിപ്പേഴ്സ് അവരുടെ അബ്ല്യൂഷന് അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വേണ്ടി മറ്റും ഉപയോഗിച്ചിരുന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അതങ്ങ് ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. SDM ആയ തൃപ്തി ഗുപ്ത മുസ്ലിം സമൂഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ് വാർത്ത. വളരെ പോസിറ്റീവായ വാർത്ത. അതായത് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ അമ്പലമാകാം, പള്ളിയാകാം, ഇവർക്കൊക്കെ നമ്മളെല്ലാവരും ഒരു ബഹുമാനത്തോടു കൂടി ദൈവീകതയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം ഏതെങ്കിലും അവർ ചെയ്യുന്നെങ്കിൽ അവരെ റെഗുലറൈസ് ചെയ്യാനോ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനോ ഒക്കെ അങ്ങ് ഹെൽപ്പ് ചെയ്യുകയാണ് ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ പൊതുഭൂമിയിൽ എന്തെങ്കിലും അവർ ചെയ്യുകയാണെങ്കിൽ പൊതുവെ അമ്പലത്തിനും പള്ളിക്കും അങ്ങനെ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ഉത്തർപ്രദേശിലടക്കമുള്ള പ്രശ്നം അത് ഇല്ലീഗലാണെന്നും അത് ഇനിയും ലാൻഡ് ജിഹാദ് ആണെന്നും ഒക്കെ പറഞ്ഞ് ആ പള്ളി മുഴുവൻ പൊളിക്കാനുള്ള ഒരു സ്പേസ് അവരുണ്ടാക്കും. പലപ്പോഴും ശംഭൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഈ പൊതുകുളത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തൂണ് നിർമ്മിച്ചെങ്കിൽ ഞങ്ങൾ തന്നെ അതൊക്കെ മാറ്റിക്കോളാം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായൊരു സ്റ്റെപ്പാണ്. ഇത് എന്താ പറയുക, ഇതൊരു നല്ല മാതൃകയാണ്. ചില ഹിന്ദുത്വ ഗ്രൂപ്പുകളാണ് ഇതിനെതിരെ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. അവർ കൊടുക്കുന്നത് ഈ പൊതുകുളത്തെ ഒന്നും വെച്ചിട്ടല്ല. അവരെന്തെങ്കിലും മുസ്ലിം സമൂഹത്തിന് തെറ്റോ മുസ്ലിം സമൂഹത്തിന് പോരായ്മയോ ഉണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പലപ്പോഴും ചെയ്യുന്നത്. അത് വലിയ പ്രശ്നമാണെന്നും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹം മാതൃകാപരമായി പ്രവർത്തിച്ചതിന് അവർ അഭിനന്ദനം അർഹിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വയം നമ്മൾ തന്നെ എടുത്ത് സോൾവ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് എല്ലാ സമുദായങ്ങളും, ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും കാണിക്കണം. എന്തെങ്കിലും അങ്ങനെ റിഫോംസും മറ്റും ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആസ്പെക്ട് ഉണ്ടാകണം. അതുകൊണ്ട് ഇത് വളരെ മാതൃകാപരമായൊരു നടപടി തന്നെയാണ്. ബറേലി മോസ്കിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങളും പ്രണാമവും അറിയിക്കുന്നു. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.